വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ആദ്യം നമുക്ക് സേമിയ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 കപ്പ് സേമിയ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. സേമിയ നല്ല ബ്രൗൺ കളറാകുന്നവരെ ചെറിയ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഇനി ആ പാനിൽ തന്നെ സേമിയ മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 8 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കണം. പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. 8 കപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 ലിറ്റർ പാലുണ്ടാവും. ഇപ്പോൾ പാലൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം, ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കണം. സേമിയ ഇട്ടിട്ട് നന്നായിട്ട് സേമിയ കുക്ക് ചെയ്തെടുക്കണം. സേമിയ കുക്കായതിനു ശേഷം ഇതിലേക്ക് കസ്റ്റേർഡ് പൗഡർ കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ, 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇനി സേമിയ നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് കലക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ കലക്കിയത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് കൈവെക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടി പിടിക്കാനും കട്ട പിടിക്കാനെല്ലാം ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കൈവെക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല ക്രീമി സ്ട്രക്ചറിൽ വേണം ആക്കിയെടുക്കാൻ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് ചൂടെല്ലാം മാറിയാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ തണുപ്പിച്ചെടുക്കാം. അപ്പോൾ കസ്റ്റേർഡ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ ആഡ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് എടുക്കണം. ഇനി ഇത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കസ്കസും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അപ്പം സെർവിങ് ഗ്ലാസ്സിലേക്ക് ആദ്യം നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസിൻ്റെ മേലയിൽ കുറച്ച് വേണമെങ്കിൽ നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ജെല്ല് ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ മേലയിൽ നമുക്ക് തണുപ്പിച്ചെടുത്തിട്ടുള്ള സേമിയ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് കട്ട് ഫ്രൂട്ട്സ് ആണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആപ്പിളും അനാറും ആണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള എന്താണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ അതിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലെ കസ്റ്റേർഡ് മിക്സ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നും കൂടിയും ഇതുപോലെ തന്നെ ഫ്രൂട്ട്സും ഡ്രൈ നട്ട്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡ്രൈ നട്ട്സ് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് പാനിലിട്ടിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടാൽ നല്ല ക്രഞ്ചി ആയിട്ട് വെക്കും. പിന്നെ കോൺഫ്ലെക്സ് അങ്ങനെയുള്ള എന്ത് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡെസേർട്ട് തന്നെയാണ്. ഉണ്ടാക്കിയെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല.
പിന്നെ ഇത് നമ്മൾ തണുപ്പിച്ചിട്ടല്ലാണ്ട് ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാനും അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ സേമിയ പായസത്തിന് ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ കൊടുത്തിട്ട് കസ്റ്റേർഡ് ആഡ് ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ അലാമി കിച്ചൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ ഫ്രൂട്ട് കസ്റ്റേർഡ് റെഡിയായി. ഇനി ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം കഴിക്കാൻ. ഇതുപോലെ സെർവ് ചെയ്തിട്ട് കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ സേമിയ എടുക്കുമ്പോൾ നമ്മൾ നൈസായിട്ടുള്ള സേമിയ എടുക്കാണ്ടിരിക്കുക, കുറച്ച് തിക്കായിട്ടുള്ള സേമിയാണ് ഇതിന് കൂടുതൽ നന്നാകാൻ. പാർട്ടിക്കൊക്കെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മൾ സെർവ് ചെയ്യുന്ന ഗ്ലാസ്സിൽ കുറച്ച് ജെല്ല് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഗ്ലാസിൻ്റെ സൈഡിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കാണാനും നല്ല കളർഫുള്ളായിരിക്കും. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം.